കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഫ് സ്ലീവിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, അതിൽ നമ്മൾ ഒരു ബോഡി പാർട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ ആ ഒരു ബോഡി പാർട്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, ഒരു പരീക്ഷണം കൂടി ചെയ്തിട്ട് നമുക്ക് അത് പിന്നെ വേസ്റ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് വേസ്റ്റ് ആക്കുന്നത് ഇതൊരു സാറ്റൻ മെറ്റീരിയൽ ആണ്, ആർക്കും വല്ല യൂസ്ഫുൾ ആവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റഫിൾ സ്ലീവ്, ക്യാപ് സ്ലീവ് എന്നുള്ള പറയുന്ന ഈ ഒരു സ്ലീവ് ഹൈഡായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആം ഹോളിന്റെ റൗണ്ട് വന്നിട്ടുണ്ടായത് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്ലീവിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായത് 4 ഇഞ്ച്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇടുന്നത്, നമ്മളെ പ്ലീറ്റ് നിങ്ങൾക്ക് എത്രത്താണോ വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലോത്തിന്റെ ലെങ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്ലീവിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായത് 4 ഇഞ്ച്, അതായത് 8 ഇഞ്ച് എടുത്തിട്ട് നേരെ പകുതിയാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന്റെ സെന്ററിലേക്ക് എന്താ പറയാ ഒരു മാർക്കിങ് ചെയ്യാൻ വേണ്ടിക്ക് ഞാൻ പൊതുവേ ചോക്ക് വരക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാനൊരു സൂചി വെച്ചിട്ട് തന്നെയാണ് സെന്റർ മാർക്ക് എടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ നമ്മളത് പ്ലീറ്റ് എല്ലാം ഇടുമ്പം ആ ഒരു ചോക്കിന്റെ മാർക്ക് വേണമെങ്കിൽ ആ പ്ലീറ്റിന്റെ ഉള്ളിലേക്ക് കൂടി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെൻട്രൽ മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കേർവ് ഷേപ്പിൽ താഴോട്ടേക്ക് എന്താ പറയാ ഈ ഒരു രീതി നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സ്ലീവ് നമുക്ക് ഒന്ന് മാർക്കിങ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനും. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 22 അങ്ങനെയാണ് ഞാൻ ഈ സ്ലീവിന്റെ എന്തായത് ലെങ്ത് എടുത്തിട്ടുണ്ടായത്. ലെങ്ത് മീൻസ് നമ്മൾ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിക്ക് ആ ഒരു ലെങ്ത് കേട്ടോ. സ്ലീവിന്റെ ലെങ്ത് 4 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത ഈ ഒരു സ്ലീവ് അല്ലേ, അപ്പൊ നമുക്കത് അവിടെ പ്ലീറ്റ് ഇടുമ്പം രണ്ട് ഭാഗം എന്താ പറയാ തെന്നി പോവാതിരിക്കാൻ വേണ്ടിക്ക് നമ്മൾ ഫസ്റ്റ് അതിന്റെ മേലിലേക്ക് കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിത് കൊടുത്തിട്ടുണ്ടായിനി. അതിനുശേഷം നമ്മളെ മെയിൻ ആയുധമായ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് മാറ്റുക. ഇതുപോലെ എന്താ പറയാ വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്തും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയ ശേഷം ആ ഒരു സ്ലീവിന്റെ സെന്റർ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്യും കേട്ടോ. എന്താ പറയാ ചോക്കൊണ്ട് അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂചി കുത്തി കൊടുക്കും കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു സ്ലീവ് ആ ബോഡി പാർട്ടിൽ എങ്ങനെയാണ് ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്ത് ഒന്ന് മാറ്റി വെക്കുക. ലൈനിങ് താഴോട്ടേക്ക് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് ഫ്രണ്ടില് നല്ല, അതായത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് നമ്മൾ വിട്ടിട്ടുണ്ടായിട്ടില്ലേ, അത് മെയിൻ ക്ലോത്തിന്റെ മേലെ കൂടി അതിന്റെ മാർക്കിംഗ് രണ്ട് സൈഡിലും നമ്മൾ മാർക്കിംഗ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ അതിന്റെ അതുവരെയാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഈ ഒരു സ്ലീവിന്റെ എന്താ പറയാ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇതേപോലെ നമ്മൾ എന്താ പറയാ പിന്നെല്ലാം കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിന്റെ മേലിലേക്ക് കൂടി ഈ ഒരു പ്ലീറ്റ് ഇട്ട സ്ലീവ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. പിന്നെ നമ്മൾ ഈ ഒരു പ്ലീറ്റെല്ലാം നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പോരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലീറ്റ് ഉള്ളിലോട്ടേക്കെല്ലാം പോയിട്ട് മൊത്തത്തിൽ അവിടെ അലങ്കോലമാകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഇത് നമുക്ക് എങ്ങനെ ഹൈഡായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ചിങ് കാണാണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ആം ഹോൾ ഇതേപോലെ നമ്മൾ ഒന്ന് ചുരുട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ മേലിലേക്ക് ആ ഒരു സംഭവം വെച്ചതിന് ശേഷം ലൈനിങ് ബാക്കിലോട്ടേക്ക് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ടാവുമ്പം നമ്മൾ ആ ഒരു ലൈനിങ്ങിന്റെ ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവില്ലേ, അതായത് ഷോൾഡറിന്റെ അടുത്തുള്ള സ്റ്റിച്ചിങ്, ആ ലൈനിങ്ങിന്റെ സ്റ്റിച്ചിങ്ങും മെയിൻ ക്ലോത്തിന്റെ സ്റ്റിച്ചിങ്ങും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് സൂചി കുത്തി കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് നിശബ്ദത പാലിക്കാന്ന് വിചാരിക്കുന്നുണ്ടായിനി. ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലാവും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവിടെയും രണ്ട് എൻഡിലും പിന്നെ ഓരോരോ സൂചി കുത്തി കൊടുക്കും കേട്ടോ. അത് കുത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ആം ഹോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക. ഓക്കെ, എന്താ പറയാ സംസാരിച്ചിട്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും കൂടി ഇല്ലാണ്ടാക്കുന്നില്ല.
അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് ഞാൻ പറയാത്തത്. അപ്പം നിങ്ങൾ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരും കേട്ടോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് അതേപോലെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെ കുറച്ച് തടിയിലെ ഭാഗങ്ങളിലും വരും, അതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ടേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്ലോത്ത് ഇല്ലേ, അത് ഇതേപോലെ നമ്മൾ ഒന്ന് വലിച്ചെടുക്കുക. സംഭവം സിമ്പിളാണ് കേട്ടോ. നമ്മൾക്ക് റിസൾട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ കിട്ടാനുള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളി നീറ്റായിട്ട് തന്നെ സ്ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിംഗ് ചെയ്യലുണ്ടാവില്ലേ, നമ്മൾ ഈ ഒരു അത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇതേപോലെ നമ്മൾ മാറ്റി വെക്കുക. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി പിടിച്ചതിന് ശേഷം ആ ഒരു എന്താ പറയുക പിന്നെ കൈക്കുഴിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആം ഹോളിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മളൊരു സൂചി കുത്തിക്കതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി നമ്മൾ ബാക്കോട്ട് അടിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഈ ഒരു ലൈനിങ്ങും ഇതും ഇതേപോലെ നമ്മൾ നേരെ ഇതേപോലെ നിവർത്തി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു തടിപ്പ് വരാൻ ചാൻസ് ഉണ്ടാവുന്നല്ല ഉണ്ടാവും എന്തായാലും. എന്നിട്ടാകുമ്പോൾ അവിടെ ഒരു പിന്നെ ഒരു ടക്കിങ് കൊടുക്കാനുണ്ടോ. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ സൂചി കുത്തി കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം ആം ഹോളും ഷോൾഡറും നമ്മളെ ഈ ഒരു സൈഡ് സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മളെ ഉള്ളിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിന്, നമ്മൾ ഇതൊക്കെ റമദാനല്ലേ, ഇതൊക്കെ വരുന്നതിന് മുന്നിൽ നമുക്കൊരു ഗിവ് അവേ വെക്കണം എന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. മാഷാ അല്ലാ, നിങ്ങളെ ഭാഗത്തുനിന്ന് നല്ല നല്ല സപ്പോർട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.